ജവഗൽ ശ്രീനാഥ് മുൻ ഇന്ത്യൻ പേസറും നിലവിലെ ICC റഫറിയുമായ ജവഗൽ ശ്രീനാഥ് ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച സ്പീഡ് ബൌളറായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം ക്രിക്കറ്റ് ലോകവും ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും നൽകിയിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നു. അദ്ദേഹം തികച്ചും ഒരു മാന്യനായ ക്രിക്കറ്റർ ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. കളിക്കളത്തിൽ മുക്രയിടുകയോ എതിർക്കളിക്കാരെ തെറി പറയുകയോ ഓവർ അഗ്രസീവ് ആകുകയോ അദ്ദേഹം ചെയ്തിരുന്നില്ല. തികച്ചും മാന്യനായ ഒരു പേസ് ബൌളറായിരുന്നു ജവഗൽ ശ്രീനാഥ്. ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സും ബാറ്റ്സ്മാന്റെയും സ്പിന്നറുടെയും പേരിലാണ് പലപ്പോഴും തിളങ്ങുന്നത്. ഇന്ത്യയിൽ പേസർമാരോട് ഒരു ചിറ്റമ്മ നയമായിരുന്നു. ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും ആ നയത്തിന്റെ ചുവട് പിടിച്ചാണ് നീങ്ങിയിരുന്നത്. ലോകോത്തരമെന്ന് വിദേശ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച പല വിദേശ പേസർമാരെക്കായാലും സ്പീഡുള്ള ഇന്ത്യൻ പേസർമാർ ഇന്ത്യക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ജവഗൽ ശ്രീനാഥിന്റെ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മഗ്രാത്ത്, പാകിസ്ഥാന്റെ വഖാർ യൂനസ്, വസീം അക്രം, ഇമ്രാൻ ഖാൻ, അഖ്തർ, സൗത്ത് ആഫ്രിക്കയുടെ അലൻ ഡൊണാൾഡ് എന്നിവർ ലോകോത്തര പേസ് ബൌളർമാരായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ വളരെ അതിശയകരമായ ഒരു കാര്യം, ഇവരിൽ ഷോയിബ് അഖ്തർ മാത്രമാണ് ശ്രീനാഥിന് മുകളിൽ പന്തെറിഞ്ഞത്. ഡൊണാൾഡിനും ശ്രീനാഥിനൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. 1997 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിൽ ജവഗൽ ശ്രീനാഥ് 157 കിലോമീറ്റർ സ്പീഡിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. 1999 വേൾഡ് കപ്പിൽ ശ്രീനാഥ് 154.5 കിലോമീറ്റർ സ്പീഡിൽ പന്തെറിഞ്ഞിരുന്നു. 1999 ലോകകപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ ജവഗൽ ശ്രീനാഥാണോ ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മഗ്രാത്താണോ സ്പീഡ് ബൌളർ എന്ന ഒരു ചോദ്യം മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ ആ മത്സരത്തിൽ ജവഗൽ ശ്രീനാഥ് 153 കിലോമീറ്റർ മുകളിൽ പന്തെറിഞ്ഞു. ഓസ്ട്രേലിയയുടെ കൊട്ടിഘോഷിക്കപ്പെട്ട ഗ്ലെൻ മഗ്രാത്തിന് 150-ൽ താഴെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അക്കാലത്തും പിന്നീടും ഏറ്റവും സ്പീഡിൽ പന്തെറിയാൻ സാധിച്ചിരുന്നത് പാകിസ്ഥാന്റെ ഷോയിബ് അഖ്തറിന് മാത്രമായിരുന്നു. ഇന്ത്യൻ പേസർമാരായിരുന്ന അജിത് അഗാക്കർ, ഉമേഷ് യാദവ്, ഇശാന്ത് ശർമ്മ, വരുൺ അരോൺ എന്നിവർ 150 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പന്തെറിഞ്ഞിട്ടുള്ളവരാണ്. നിലവിലെ ബുംറ, മുഹമ്മദ് ഷമി, സിറാജ് എന്നിവർക്കും 150 മുകളിൽ പന്തെറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പേസ് ബൌളർമാരെ മീഡിയം പേസർമാരായി ചിത്രീകരിക്കുന്ന രീതി മാറ്റേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്, ഇന്ത്യൻ മാധ്യമങ്ങൾക്കും അങ്ങനെ ഒരു രീതി വർഷങ്ങളായി കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലെ ജെനുവൻ പേസർമാരെ മറ്റു രാജ്യങ്ങളിലെ പേസർമാരുമായി കമ്പയർ ചെയ്ത് അവർക്ക് യഥാർത്ഥ പേസർ എന്ന പേര് തന്നെ ചാർത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു.